ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം വിജിലൻസിന്റെ നിർണായക കണ്ടെത്തൽ 2019ലെയും 2025 ദ്വാരപാലക സ്വർണ്ണപ്പാളികളുടെ ചിത്രങ്ങളിൽ വ്യത്യാസമെന്ന് ദേവസ്വം വിജിലൻസ് കോടതിയെ അറിയിച്ചു. വിജിലൻസ് റിപ്പോർട്ട് അനുസരിച്ച് പ്രഥമദൃഷ്ട്യാ കുറ്റകൃത്യമുണ്ടെന്ന് ഹൈക്കോടതി വിലയിരുത്തിയിട്ടുണ്ട്. സ്ട്രോങ് റൂമിലെ മുദ്രവെച്ച ദ്വാരപാലക പാളികൾ പരിശോധിക്കാൻ ദേവസ്വം വിജിലൻസിന് കോടതി അനുമതി നൽകി. ശ്യാം ദേവരാജ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്യാം ദേവരാജ്, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിടുന്നത്. കോടതിയിൽ ദേവസ്വം വിജിലൻസ് നൽകിയ റിപ്പോർട്ടിൽ ഈ 2019ലെയും 2024ലെയും പാളികൾ തമ്മിൽ വ്യത്യാസമുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. കാലപ്പഴക്കം നിശ്ചയിക്കുന്നതിനടക്കം അനുമതിയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. ഡോക്ടറുടെ അങ്ങേയറ്റം ഗൗരവതരമായ കണ്ടെത്തലുകളാണ് ദേവസ്വം വിജിലൻസ് നടത്തിയിരിക്കുന്നത്. അതിന്റെ റിപ്പോർട്ടാണ് ഹൈക്കോടതിയിൽ നൽകിയത്. അത് ഇടക്കാല ഉത്തരവിലൂടെയാണ് ദേവസ്വം വിജിലൻസിന്റെ സീൽവെച്ച കവറിൽ നൽകിയ ഉത്തരവിലെ വിശദാംശങ്ങൾ പുറത്തുവരുന്നത്. അതിനാണ് ഹൈക്കോടതി അതിൽ പറയുന്നത് 2019ലെയും 2025ലെയും ദ്വാരപാലക സ്വർണ്ണപ്പാളികളുടെ ചിത്രങ്ങളിൽ വ്യത്യാസമുണ്ട് എന്ന് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതി അറിയിക്കുന്നത്. 1999 വിജയമല്യ ദ്വാരപാലക ശില്പങ്ങളിൽ ആവരണം ചെയ്തത് 1 കിലോ 564 കിലോഗ്രാം സ്വർണ്ണമാണ്. 1 കിലോ 564 ഗ്രാം സ്വർണ്ണമാണ്. 1999 മുതൽ സ്വർണം പൂശാൻ ഉപയോഗിച്ചത് പരമ്പരാഗത രീതിയെന്നും ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്.